സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നിങ്ങനെ സറാഫുകളോട് ചേർന്ന് സ്തുതി പാടുവാൻ ഞങ്ങളെ നിയോഗിച്ച ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിപ്പാൻ അവിടുത്തെ ആത്മവരം ഞങ്ങളിൽ പകരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗായക സംഘ ഞായറായിരിക്കുന്ന ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ബലഹീനനാകുന്ന എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം എനിക്ക് നൽകിയ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഇടവക വികാരി റവറൻ സിവായ് തോമസ് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ പട്ടത്വ ശുശ്രൂഷയുടെ ആരംഭം ബഹുമാനമുള്ള സിവായ് തോമസ് അച്ഛൻ്റെ കൂടെയാണ്. അത്തരത്തിലും ആത്മബന്ധം അച്ഛനുമായി പുലർത്തുവാൻ ഇടയാകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൂട്ടായ്മ ഒരു പ്രാവശ്യം കൂടെ ആ കൂട്ടായ്മയുടെ സന്തോഷത്തിലായിരിക്കാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനമുള്ള ടിയോ ഉമ്മനച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണല്ലോ. അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റെ മാതൃഇടവകയിൽ അച്ഛൻ ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും ഒരു പ്രാവശ്യം കൂടെ അച്ഛനെ ഒരുമിച്ച് കാണുവാൻ അച്ഛനോട് ചേർന്ന് ശുശ്രൂഷയിലായിരിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തോലശ്ശേരി സെൻറ് തോമസ് CSI ഗായക സംഘങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനവും ഈ സമയം അറിയിക്കുകയാണ്. വളരെ മനോഹരമായി CSI ആരാധന ഏറ്റവും ഭവ്യതയോടും സമർപ്പണത്തോടും കൂടെ ചെയ്യുന്ന ഒരു ഗായക സംഘം എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഇന്ന് കേൾക്കുവാൻ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങളോട് ചേർന്ന് പാടുവാനൊക്കെ ലഭിക്കുന്ന അവസരം. എല്ലാവർക്കും ഗായക സംഘ ഞായറിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മധ്യകേരള മഹായിടവക കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ആശംസകൾ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. മഹായിടവക കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷകളിൽ എല്ലാവരുടെയും പങ്കാളിത്തം പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓൺലൈനായി സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ മറ്റ് ഫിസിക്കലായിട്ടുള്ള ഗ്യാതറിങ്ങിലൂടെയൊക്കെ, പ്രത്യേകിച്ചും ഇന്ന് ഒരു ഫയർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകൾ കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി ക്രമീകരിക്കപ്പെടുന്നുവല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ മഹായിടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആശംസകളും ഞാൻ ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായി നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം സിങ് ത്രൂ ദ ഐസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസ കണ്ണാൽ പാടുക. ക്രിസ്തീയ ആരാധനയിൽ സംഗീതത്തിന് അതുല്യമായ സ്ഥാനമാണ് ഉള്ളത്. സംഗീതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ സൃഷ്ടിയാണ്. പ്രധാനമായും സംഗീതം എന്നത് മനുഷ്യൻ്റെ സർഗാത്മക സൗന്ദര്യം, ആ സൗന്ദര്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. 40-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇത് അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോൾ സംഗീതം ദൈവ സൃഷ്ടി എന്ന് ഈ വാക്യം അടിവരയിട്ട് പറയുകയാണ്.
പ്രത്യേകിച്ചും CSI സഭയിൽ, ദക്ഷിണേന്ത്യ സഭയിൽ സംഗീതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതത് അവസരങ്ങളിലേക്കുള്ള കീർത്തനങ്ങളും ഗീതങ്ങളും ഉൾപ്പെട്ട പാഠ്യപുസ്തകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ദാനമാണ്. ആരാധനകളിൽ പൗരസ്ത്യ പാശ്ചാത്യ ഈണങ്ങൾ സമ്മേളിക്കുന്നു. ആരാധനയിൽ ഇമോഷൻസ് സൃഷ്ടിക്കുവാൻ സംഗീതത്തെക്കാൾ മറ്റൊരു നല്ല ഉപാധിയില്ല. ആയതിനാൽ ഗായക സംഘത്തിന് ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് നിറവേറ്റുവാനായിട്ടുണ്ട്. ക്രിസ്തീയ ആരാധനാ സംഗീതത്തിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. 1-2 കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞ് ഞാൻ തുടർന്ന് ഏതാനും കാര്യങ്ങളൂടെ പറഞ്ഞ് ഇതിനോട് ചേർന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ആരാധനാ സംഗീതം ഐക്യത്തിൽ നിന്നും ഉയരുന്നതാണ്. മ്യൂസിക് ഓഫ് വർഷിപ്പ് അറൈസ് ഫ്രം യൂണിറ്റി. ആരാധന എന്നത് നമുക്കറിയാം ദൈവവും ആരാധകരും തമ്മിലുള്ള കൂട്ടായ്മയാണ്. ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നതിലുള്ള അണിചേരലാണ് ഗായക സംഘം നിർവഹിക്കുന്നത്. ഗായക സംഘാംഗങ്ങൾ തമ്മിൽ നല്ല കൂട്ടായ്മ ബന്ധം പുലർത്തുന്നവരായിരിക്കണം. കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന ശബ്ദവീചികൾക്ക് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യവും മാറ്റുമുണ്ട്. അതുകൊണ്ട് ഗായക സംഘാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഭാഗമായി ഇരുന്നെങ്കിൽ മാത്രമേ സ്വരച്ചേർച്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി സാധിക്കും. നമ്മൾ ഹാർമണി എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്, സ്വരമേളനം. അത് ലഭ്യമാകുന്നത് ഐക്യത്തിലൂടെയാണ്. ഹാർമണി എന്ന് പറയുന്നത് ഐക്യത്തിലൂടെ ഉരുത്തിരിയുന്ന ഒരു അനുഭവമാണ്. മനോഹരമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ പിന്നിൽ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ഐക്യത്തോടു കൂടിയുള്ള കൂട്ടായ്മ നാം ദർശിക്കുന്നുണ്ട്. ആരാധനയിൽ സംഗീതമുയരേണ്ടതും ഐക്യതയോടുകൂടിയ കൂട്ടായ്മയിൽ നിന്നാണ്. ഐക്യതയിൽ നിന്നുയരുന്ന സ്തുതികൾ അതുല്യമായിരിക്കും. ഒരു മനസ്സോടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാൻ സംഗീത ശുശ്രൂഷയിലൂടെ സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിൽ പിണക്കങ്ങൾക്കോ പരിഭവങ്ങൾക്കോ സ്ഥാനമില്ല. കാരണം ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മനസ്സോടുകൂടെ ഉച്ചസ്വരത്തിൽ ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു മഹനീയ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ അത് ഐക്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി, ആരാധനാ സംഗീതം എന്ന് പറയുന്നത് പരസ്പര ധാരണയിൽ നിന്ന് ഉയരുന്നതാണ്. വർഷിപ്പ് മ്യൂസിക് അറൈസ് ഫ്രം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഗായക സംഘാംഗങ്ങൾ തമ്മിൽ പരസ്പരം വ്യക്തമായ ധാരണ സംഗീത ശുശ്രൂഷയിൽ പ്രധാനമാണ്. അത് ചിലപ്പോൾ കൊയർ മാസ്റ്ററുടെ ഒരു ഭാവ വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ ഒരു നോട്ടമായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്ഷനായിരിക്കാം. ഒരു ധാരണ ഏറ്റവും അത്യാവശ്യമാണ്. പാട്ടുകൾ ഒരുമിച്ച് ആരംഭിക്കുവാനും ഒരുമിച്ച് പാടി ഒരുമിച്ച് അവസാനിപ്പിക്കുവാനും ഈ ഒരു ധാരണ കൂടിയേ തീരൂ. പരസ്പരം പരിമിതികളും പോരായ്മകളും മനസ്സിലാക്കി കൂടെ പാടുന്ന ആളുകളുടെ ശബ്ദത്തോട് നമ്മുടെ ശബ്ദം അനുനയപ്പെടുത്തുന്നതിലാണ് സംഗീത ശുശ്രൂഷയുടെ വിജയം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പരസ്പരം പരിമിതികളും പോരായ്മകളും മനസ്സിലാക്കി കൂടെ പാടുന്ന ആളുകളുടെ ശബ്ദത്തോട് നമ്മുടെ ശബ്ദം അനുനയപ്പെടുത്തുന്നതിലാണ് സംഗീത ശുശ്രൂഷയുടെ വിജയം. പാശ്ചാത്യ കീർത്തനങ്ങൾ നമ്മുടെ ആരാധനകളിൽ നിറസാന്നിധ്യമാണ്. നമുക്കറിയാം, സപ്രാണോ, ആൾട്ടോ, ടെനർ, ബാസ് എന്നിങ്ങനെ അത് ചേരേണ്ട അളവിൽ സമന്വയിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥമായ സ്വരമേളനം, ഹാർമണി ഉണ്ടാകുക. There is no domination in singing ministry of God. എൻ്റെ ശബ്ദം ഉറക്കെ പാടണം എന്നുള്ളൊരു ഭാവം ഈ ഒരു ശുശ്രൂഷയിലില്ല. എല്ലാവരും ഒരുമിച്ച് പാടുന്ന ഒരു അനുഭവമാണ്. എവിടെയാണ് പരിമിതിയുള്ളത്, ആ പരിമിതിയെ നികത്തുവാൻ ഇതിനൊരു പരസ്പര ധാരണ കൂടിയേ തീരൂ. സോ there is no domination in singing ministry of God.
അതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ എൻ്റെ ശബ്ദത്തെ ലയിപ്പിക്കുക. പ്രിയമുള്ളവരെ, ക്രിസ്തീയ സ്വരമേളനം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ശബ്ദം മറ്റുള്ളവരുടെ ശബ്ദവുമായി ചേർത്ത് നിർത്തുക. അത് കൂടിയുമല്ല കുറഞ്ഞുമല്ല. അവിടെ യഥാർത്ഥമായ ഒരു സ്വരമേളനം, ഹാർമണി ഉണ്ടാകുകയാണ്. പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മെ തന്നെ ഉണർത്തുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിലൊരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാം, ഉണരുക ദെബോരയെ ഉണരുക, ഉണരുക ദെബോരയെ ഉണരുക, സിങ് ഫോർ ourselves. നമുക്ക് വേണ്ടി തന്നെ പാടുവാൻ, ഉള്ളറിഞ്ഞ് പാടുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് സിങ് സോങ് വിത്ത് സാൽവേഷൻ എക്സ്പീരിയൻസ്. രക്ഷയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പാട്ട് പാടുവാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മളുടെ ഹിംസ് ആൻഡ് ലിറിക്സ് പാട്ടുപുസ്തകം സസൂക്ഷ്മം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എഴുതിയ വ്യക്തികൾ, അത് സംഗീതം ചെയ്ത വ്യക്തികൾ, പ്രത്യേകിച്ചും ആ വരികളുമായി ചേർന്ന് അതിൻ്റെ സംഗീതം കൂടിച്ചേരുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നു, വ്യക്തമായ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഗാനങ്ങളാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നു, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങളൊക്കെ ദൈവത്തിന് സ്തുതി മുഴക്കുവാൻ, ദൈവത്തിന് പാട്ട് പാടുവാൻ മുഖാന്തരമാകണം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് പുതിയ ഗാനങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് ജീവിതത്തിൽ ലഭ്യമാകുന്ന അനുഭവങ്ങളിലൂടെ. അത് ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലപ്പോൾ വളരെ മോശമായ, വളരെ സങ്കീർണമായ, വളരെ നിരാശ നിറഞ്ഞ, വളരെ പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു വ്യക്തിത്വമാണല്ലോ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സസൂക്ഷ്മം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ജീവിതത്തിന് നേറിപ്പോകുന്ന അനുഭവങ്ങളിൽ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പാടുവാനായിട്ട് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിക്കുക സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിയുന്ന സംഗീതമാണ് നിലനിൽക്കുന്ന സംഗീതം. ഇന്നും നാമൊക്കെയും ഈ പാട്ടുകൾ പാടി ആശ്വാസം കണ്ടെത്തുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പാട്ടുകൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ജീവിതത്തിൻ്റെ അനുഭവമായി, നമ്മളുടെ ജീവിതവുമായി അതിനെ ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായിത്തീരും, ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള മുഖാന്തരമായി. അതിലേക്ക് ഞാൻ വരികയാണ്. സോങ്സ് ആസ് മെഡിസിൻ. ഔഷധമാണ് സംഗീതം. Christian worship songs can be a powerful form of medicine, offering healing, comfort and strength to believers. അപ്പോൾ ഇത് സൗഖ്യദായകമായൊരു ശുശ്രൂഷയാണ്, ഇത് ശാന്തത നൽകുന്ന ശുശ്രൂഷയാണ്, ഇത് ബലം പകരുന്ന ശുശ്രൂഷയാണ്. എങ്ങനെയൊക്കെയാണ് സൗഖ്യം ലഭിക്കുന്നത്? സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീയമായ സൗഖ്യം ഈ ഗാനങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ട്. ഗായക സംഘാംഗങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ശുശ്രൂഷ ആരാധകരായി കടന്നു വരുന്നത് ജനത്തിന് സൗഖ്യം നൽകുന്നതിന് മുഖാന്തരമാണ്. 2, ഇമോഷണൽ ഹീലിംഗ്, നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയെ സൗഖ്യമാക്കുന്നതാണ്. നമ്മൾ പാടുന്ന പാട്ടുകളിലൂടെ ദൈവത്തിന് മനസ്സുകളോട്, വ്യക്തികളോട് സംസാരിക്കുവാൻ സാധിക്കും. 3, ഫിസിക്കൽ ഹീലിംഗ്, നമ്മളുടെ വേദനകളെ കുറയ്ക്കുവാൻ, റെഡ്യൂസ് പെയിൻ. നമുക്കറിയാം, സംഗീതം അറിയപ്പെടുന്ന അവർ ബോഡീസ് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്ന. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മളുടെ വേദനകൾ അകറ്റുവാനായിട്ട്. അതുകൊണ്ട് നിരാശകളൊക്കെ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ശുദ്ധമായ സംഗീതം ആസ്വദിക്കുന്നത്, ദൈവിക സംഗീതം ആസ്വദിക്കുന്നത് നമുക്ക് സൗഖ്യം നൽകുന്ന 3 തരത്തിലുള്ള സൗഖ്യം: സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹീലിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇതിനോട് ചേർന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ദ എൻഡ്യൂറിങ് ഇൻഫ്ലുവൻസ് ഓഫ് ഹിംസ്. ഈ സംഗീതത്തിന്, നമ്മളുടെ ശുശ്രൂഷകളിൽ നാം ഉപയോഗിക്കുന്ന ആരാധനാ സംഗീതത്തിന് വളരെയേറെ സ്വാധീനമുണ്ട്.
ഈ ആരാധനാ സംഗീതം സ്വാധീനം ചെലുത്തിയ 3 ആളുകളുടെ 3 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാണ് ഞാനത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സെക്യുലർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന 3 പേരാണ്. നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റീഫൻ ദേവസി. അദ്ദേഹം ഒരു പെൻറ്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം CSI ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലിൽ വെച്ച് നടന്ന ഒരു കൊയർ ഫെസ്റ്റിവലിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർക്കുകയാണ്, ഹാർമണി ഹിംസ് പ്രൊമോട്ട് ചെയ്യുന്നത് CSI സഭയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് കേൾക്കുവാനായിട്ടിടയായത്. ഈ സ്വരമേളനം, ഈ ഹാർമണി, അതുപോലെ ഈ ഹിംസ്, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായിരുന്ന ഒരു അച്ഛൻ വായിക്കുവാനായിട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഹിംസ്, ഈ സ്റ്റാഫ് നൊട്ടേഷൻ, അത് വായിക്കുന്നതിലുള്ള സങ്കീർണതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ CSI സഭ ഈ ഹാർമണി ആൻഡ് ഹിംസ് വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സഭയാണെന്ന് അദ്ദേഹം പറയുക. എന്നാൽ ഒരു കാര്യം കൂടി ഓർക്കുക, ദക്ഷിണേന്ത്യ സഭ പല സംസ്കാരത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു സഭയാണ്. അപ്പോൾ നമ്മളുടെ ഈ ചില വില്ലേജ് ചർച്ചിലേക്കൊക്കെ പോകുമ്പോൾ, അത് കേരളം വിട്ട് ആന്ധ്രാപ്രദേശിലും അതുപോലെ തമിഴ്നാട്ടിലൊക്കെയുള്ള ചില റൂറൽ സഭകൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലുള്ള ഹിംസോ 4 പാർട്സിലുള്ള സിംഗിങ്ങോ ഒന്നും ആയിരിക്കത്തില്ല. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആരാധനാ പാട്ടുകൾ അവരുപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻകൾച്ചറേഷൻ്റെ ഭാഗമായിട്ട് CSI സഭ ഇതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. CSIയുടെ ആരാധനക്രമം തന്നെ സിനഡ് ലെവലിൽ നമ്മൾ ആരാധനക്രമം നോക്കുമ്പോൾ ലിറിക് ഓർ ഭജൻ മേ സിംഗ് എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ഭജൻ പാടാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇൻഡിജനൈസേഷൻ്റെ ഭാഗമായിട്ട് ആരാധനാ സംഗീതത്തെ ഉൾക്കൊള്ളുന്ന ഒരു സഭ കൂടിയാണ് CSI സഭ. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്ന ജോൺസനാണ്. ജോൺസൺ മാസ്റ്റർ എന്നൊക്കെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, CSI പള്ളിയുമായിട്ടുള്ള ബന്ധമാണ് 4 പാർട്സ് ഹാർമണിയുമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിന് ലഭ്യമായത്. അദ്ദേഹത്തിൻ്റെ വെസ്റ്റേൺ മ്യൂസിക് പഠനവുമായി, അല്ലെങ്കിൽ അത് കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് CSI പള്ളിയിൽ, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു CSI പള്ളിയിലെ 4 പാർട്സ് ഹാർമണി സിംഗിങ് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സലിൽ ചൗധരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിവിധ ഭാഷകളിൽ സംഗീതം നിർവഹിച്ച അദ്ദേഹം മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പാട്ടാണ് ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരിൻ എന്ന് പറയുന്ന തോമസ് ലീഹ എന്ന ഒരു ഫിലിമിലെ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ചിട്ടപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ബാറ്റിൽ ഹിം ഓഫ് ദ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന മൈൻ ഐസ് ഹാവ് സീൻ ദ ഗ്ലോറി എന്നുള്ള പാട്ടാണ്. നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്. മൈൻ ഐസ് ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, he is trampling out the vintage where the grapes of wrath are stored. He has loosed the faithful lightning of his terrible swift sword. His truth is marching on. Glory, glory, hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. His truth is marching on. ഈ പാട്ട് ദുഃഖിതരെ എന്നുള്ള പാട്ടുമായി ചേർത്ത് നിങ്ങൾ തന്നെ ഒന്ന് പാടി നോക്കിയാൽ മനസ്സിലാകും. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ. അതുപോലെ അതിൻ്റെ ഗ്ലോറി ഗ്ലോറി ഹാലലുയ എന്നുള്ള ഭാഗം, ബേത്ലഹേമിലെ ദീപമേ ദൈവരാജ്യത്തിൻ സ്വപ്നമേ നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത് നമ്മളുടെ ഹിംസ് അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നും അത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരാധനയിൽ ഗായക സംഘാംഗങ്ങളോട് ചേർന്ന് പാടാമെന്നാണ് നമ്മൾ പറയുന്നത്.
ഗായക സംഘം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഞാൻ 2 കാര്യങ്ങളാണ് പ്രാരംഭമായി പറഞ്ഞത്. ഇതിന് ഐക്യം ആവശ്യമാണ്. ആരാധനാ സംഗീതം ഐക്യത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. 2 പറഞ്ഞു, ആരാധനാ സംഗീതം പരസ്പര ധാരണയിൽ നിന്ന്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ഗായക സംഘാംഗങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം ശുശ്രൂഷയിൽ നൽകപ്പെടുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഗായക സംഘാംഗങ്ങൾ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായി പള്ളികളിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ചാൻസൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയും ചാൻസൽ ഉണ്ട്, എന്നാൽ എനിക്കൊന്ന് സൗകര്യപ്രദമായിട്ട് നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ചാൻസൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പള്ളിയാണ്, തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ച്. നിങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ആ ചാൻസലിൻ്റെ അകത്താണ് ഗായക സംഘ അംഗങ്ങൾ പ്രത്യേകമായ ആ ഒരു സ്ഥാനം അവർക്ക് അവിടെ നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നിയോഗമാണ്. ഗായക സംഘാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ കുപ്പായം, അവരുടെ സർപ്ലീസ്. ഈ കുപ്പായം ചുവന്ന കളറിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കിയെടുത്ത കുപ്പായം എന്നുള്ള ആ ഒരു അർത്ഥമാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. സർപ്ലീസ്, വെള്ള സർപ്ലീസ്, ശുഭ്രവസ്ത്രം, വിശുദ്ധിയെ കുറിക്കുകയാണ്. ഈ സർപ്ലീസ് തയ്ക്കുന്നത് ചുരുക്കിട്ട് തയ്ക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സർപ്ലീസ് ചുരുക്കിട്ട് തയ്ക്കുന്നത്? അച്ഛന്മാരുടെയൊക്കെ സർപ്ലീസും നോക്കിയാൽ മനസ്സിലാകും എന്തിനാണ് ഈ ചുരുക്കിട്ട് തയ്ക്കുന്നത്. ചുരുക്കിട്ട് തയ്ച്ചത് അത് എത്ര മീറ്റർ കൊണ്ടാണ് തയ്ച്ചത് എന്ന് പെട്ടെന്ന് അറിയുവാനായിട്ട് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്ത അത്ര ശുഭ്രവസ്ത്രത്തിൻ്റെ ഒരു അനുഭവത്തെയാണ് അത് കുറിക്കുന്നത്. ഇതിന് 2 ചിറകുകളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സറാഫുകളെക്കുറിച്ച് പറയുമ്പോൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് സറാഫുകളുടെ ചിറകുകളെപ്പറ്റി വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഗായക സംഘാംഗങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിറകുകൾ എന്തിനാണ്? ഈ ചിറകുകൾ പറക്കുവാനുള്ളതാണ്. ഇട്ട് കഴിഞ്ഞാൽ പറക്കണം. അതായത് അതിൻ്റെ അർത്ഥം നമുക്ക് ഭാരമില്ലെന്ന് തോന്നണം. ഭാരമുള്ളവർക്ക് ശുശ്രൂഷിപ്പാനുള്ള ഇടമല്ല ഇത്. ഞാൻ പറഞ്ഞത് ആത്മീയ അർത്ഥത്തിൽ എടുക്കുക. ഭാരമുള്ളവർക്ക് ശുശ്രൂഷിപ്പാനുള്ള ഇടമല്ല. ഭാരങ്ങളുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഭാരങ്ങളെ ഇറക്കി വെച്ച് ചിറക് ധരിച്ച് നാം ശുശ്രൂഷയിൽ സ്വർഗീയ മാലാഖമാരോട് കൂടെ ചേരുകയാണ്. പ്രിയമുള്ള ഗായക സംഘാംഗങ്ങളെ, അതുകൊണ്ട് പ്രീസ്റ്റ്ഹുഡിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് നിങ്ങളുടേത്. ഒരു പ്രീസ്റ്റിൽ നിന്നും ഒരു പുരോഹിതനിൽ നിന്നും ജനങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഗായക സംഘാംഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ആഗ്രഹിക്കുവാൻ അവകാശമുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസ കണ്ണാൽ പാടുവാൻ സാധിക്കണം. ഇന്ന് സുവിശേഷ ഭാഗത്തിൽ അതാണ് വായിച്ചത്. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. വിശ്വാസ കണ്ണാൽ പാടുകയാണ്. അനേകരുടെ കലുഷിതമായ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ശുശ്രൂഷ. അതുകൊണ്ട് നമ്മുടെ സഭകളിലേക്ക് ഗായക സംഘാംഗങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ കലുഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന്, ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ, കൈപ്പേറിയ അനുഭവങ്ങളിൽ, ആരാധനകളിൽ സംബന്ധിക്കുവാനായിട്ട് ഒരു പക്ഷെങ്കിൽ ഓരോ ഞായറാഴ്ചകൾ നാം വന്നു ചേരുമ്പോൾ നമ്മുടെ ഗായക സംഘാംഗങ്ങളുടെ ശുശ്രൂഷകൾ അവർ വിശ്വാസ കണ്ണാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പാടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൊരു അഭിഷേകം നൽകുന്നതിന്, സൗഖ്യം നൽകുന്നതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗാനങ്ങളിലൂടെ അനേകരെ നേടുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. ഗായക സംഘത്തോട് ചേർന്ന് ദൈവത്തിന് സ്തുതി മുഴക്കുവാൻ എല്ലാ ജനങ്ങളെയും പ്രത്യേകമായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സ്ഥലബഹുമാനവും കാലാവസ്ഥാനം കൂടാതിരിക്കുന്നു.